ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് നരേന്ദ്രമോഹൻ. പ്രധാന വാർത്തകൾ. സംസ്ഥാന ബജറ്റ് ധനമന്ത്രി കെ.എൻ. ബാലഗോപാൽ ഇന്ന് നിയമസഭയിൽ അവതരിപ്പിക്കും. വിഴിഞ്ഞത്തിനും വയനാടിനും പ്രത്യേക പരിഗണന ലഭിച്ചേക്കും. ജനപ്രിയ പ്രഖ്യാപനങ്ങൾക്കും സാധ്യത. രാജ്യത്തിന് പ്രഥമ പരിഗണന നൽകുന്ന വികസന മാതൃകയാണ് കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുന്നതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇന്ത്യ US പ്രതിരോധ സഹകരണം സംബന്ധിച്ച് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗും US പ്രതിരോധ സെക്രട്ടറി പീറ്റ് ഹെക്സത്തും അവലോകനം ചെയ്തു. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറും ഗ്രീസ് വിദേശകാര്യമന്ത്രി ജോർജ് ജെറാപെട്രിറ്റിസും ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. അടിസ്ഥാന ബാങ്കിംഗ് നിരക്കുകൾ RBI ഇന്ന് പ്രഖ്യാപിക്കും. ഇംഗ്ലണ്ടിനെതിരായ ഏകദിന പരമ്പരയിലെ ആദ്യ മത്സരത്തിൽ ഇന്ത്യയ്ക്ക് ജയം. ദേശീയ ഗെയിംസിൽ കേരളത്തിന്റെ ലയ ഫാത്തിമയ്ക്ക് തായ്ക്കോണ്ടോയിൽ വെങ്കലം. വാർത്തകൾ വിശദമായി. രാജ്യത്തിന് പ്രഥമ പരിഗണന നൽകുന്ന വികസന മാതൃകയാണ് കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുന്നതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. രാഷ്ട്രപതി ദ്രൌപദി മുർമുവിന്റെ അഭിസംബോധനയിന്മേലുള്ള നന്ദി പ്രമേയ ചർച്ചയ്ക്ക് രാജ്യസഭയിൽ മറുപടി പറയുകയായിരുന്നു പ്രധാനമന്ത്രി. രാജ്യത്തെ 25 കോടി ജനങ്ങളെ ദാരിദ്ര്യത്തിൽ നിന്നും കരകയറ്റാനും അവരെ മധ്യവർഗ വിഭാഗത്തിലേക്ക് ഉയർത്താനും സർക്കാരിന് സാധിച്ചതായി അദ്ദേഹം പറഞ്ഞു. गरीबों को शक्ति देने के लिए, गरीबों के सशक्तिकरण के लिए जितना काम हमारी सरकार के द्वारा हुआ है इतना पहले कभी नहीं हुआ. योजनाओं का लाभ लेते हुए, अवसरों का फायदा उठाते हुए सशक्तिकरण के माध्यम से 25 करोड़ गरीबी को परास्त करने में सफल हुए और आज गरीबी से निकलकर वो एक न्यू मिडिल क्लास हमारे देश में. വികസ്വര രാഷ്ട്രത്തിൽ നിന്നും വികസിത രാഷ്ട്രത്തിലേക്കുള്ള യാത്ര അടിസ്ഥാന സൌകര്യ വികസനത്തിലൂടെയാണെന്നും അതിനായുള്ള പരിശ്രമം തുടരുകയാണെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി. വനിതകൾക്കും യുവാക്കൾക്കും കൂടുതൽ അവസരങ്ങൾ നൽകുന്നത് രാജ്യപുരോഗതിക്ക് ആക്കം കൂട്ടുമെന്നും അദ്ദേഹം പറഞ്ഞു. സംസ്ഥാന ബജറ്റ് ഇന്ന്. ഒട്ടേറെ ക്ഷേമ വികസന പദ്ധതികൾ പ്രഖ്യാപിക്കുമെന്ന് പ്രതീക്ഷിക്കുന്ന സംസ്ഥാന ബജറ്റ് ഇന്ന് രാവിലെ 9-ന് മന്ത്രി കെ.എൻ. ബാലഗോപാൽ നിയമസഭയിൽ അവതരിപ്പിക്കും. സംസ്ഥാനത്തിന്റെ സാമ്പത്തിക വളർച്ച വ്യക്തമാക്കുന്ന അവലോകനവും ഇന്ന് സഭയിൽ വയ്ക്കും. ക്ഷേമ പെൻഷൻ വർധന, വയനാട് പുനരധിവാസ പാക്കേജിനുള്ള പണം തുടങ്ങിയ പ്രഖ്യാപനങ്ങൾ ബജറ്റിൽ ഉണ്ടാകാൻ ഇടയുണ്ട്. പ്രധാനമന്ത്രി ഗതിശക്തി ദേശീയ മാസ്റ്റർ പ്ലാൻ പ്രകാരം രാജ്യത്ത് 2400 കിലോമീറ്ററിലധികം ദൈർഘ്യമുള്ള 8 ദേശീയ അതിവേഗ ഇടനാഴികൾ പ്രവർത്തനക്ഷമമായതായി കേന്ദ്ര ഉപരിതല ഗതാഗത മന്ത്രി നിതിൻ ഗഡ്കരി. രാജസ്ഥാനിൽ 887 കിലോമീറ്റർ അതിവേഗ ഇടനാഴിയും ഹരിയാനയിൽ 583 കിലോമീറ്റർ ഇടനാഴിയും പൂർത്തിയായതായി മന്ത്രി ലോക്സഭയെ അറിയിച്ചു. രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ള പ്രതിപക്ഷത്തെ ചില നേതാക്കൾ രാഷ്ട്രീയ താൽപര്യത്തോടെ പുരോഗമനാത്മകമായ വിദ്യാഭ്യാസ പരിഷ്കാരങ്ങളെ വളച്ചൊടിക്കുകയാണെന്ന് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ. സ്വന്തം ആഖ്യാനങ്ങൾ സാധൂകരിക്കാനുള്ള സാങ്കല്പിക ഭീഷണികളാണ് അവരുടെ വാദങ്ങളെന്നും അദ്ദേഹം വിമർശിച്ചു. UGC കരട് ചട്ടങ്ങൾ അവസരങ്ങൾ പരിമിതപ്പെടുത്തുകയല്ല, വികസിപ്പിക്കുകയാണ് ചെയ്യുകയെന്നും വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞു. 2014 ശേഷം രാജ്യത്ത് 12 ആണവ നിലയങ്ങളുടെ നിർമ്മാണത്തിന് ഭരണാനുമതിയും സാമ്പത്തിക അനുമതിയും നൽകിയതായി കേന്ദ്ര സർക്കാർ. കൂടംകുളത്ത് റഷ്യയുമായി സഹകരിച്ച് 700 മെഗാവാട്ട് ശേഷിയുള്ള 10 തദ്ദേശീയ റിയാക്ടറുകൾ കൂടി സ്ഥാപിക്കും. കേന്ദ്ര സഹമന്ത്രി ഡോക്ടർ ജിതേന്ദ്ര സിംഗ് രാജ്യസഭയിൽ രേഖാമൂലമുള്ള മറുപടിയിലാണ് ഇക്കാര്യം വ്യക്തമാക്കിയത്. രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗും US പ്രതിരോധ സെക്രട്ടറി പീറ്റ് ഹെക്സത്തും കര, വായു, സമുദ്രം, ബഹിരാകാശം തുടങ്ങിയ മേഖലകളിലെ ഇന്ത്യ US പ്രതിരോധ സഹകരണം അവലോകനം ചെയ്തു. ഇരു നേതാക്കളും ഉഭയകക്ഷി പ്രതിരോധ പങ്കാളിത്തത്തെ അഭിനന്ദിക്കുകയും ബന്ധം കൂടുതൽ ആഴത്തിലാക്കാനുള്ള പ്രതിബദ്ധത ആവർത്തിക്കുകയും ചെയ്തു. സാങ്കേതിക സഹകരണം, പ്രതിരോധ വ്യാവസായിക വിതരണ ശൃംഖലകളുടെ സംയോജനം, മെച്ചപ്പെട്ട പരസ്പര പ്രവർത്തനക്ഷമത, ലോജിസ്റ്റിക്സ്, സംയുക്ത സൈനികാഭ്യാസം എന്നിവയിൽ ഒരുമിച്ച് പ്രവർത്തിക്കാൻ ഇരു മന്ത്രിമാരും തീരുമാനിച്ചു. ഫോണിലൂടെയാണ് ഇരുവരും ആശയവിനിമയം നടത്തിയത്. അടിസ്ഥാന ബാങ്കിംഗ് നിരക്കുകൾ സംബന്ധിച്ച തീരുമാനങ്ങൾ RBI ഗവർണർ സഞ്ജയ് മൽഹോത്ര ഇന്ന് പ്രഖ്യാപിക്കും. രാജ്യത്തിന്റെ സാമ്പത്തിക വളർച്ചയെ പിന്തുണയ്ക്കുന്നത് ലക്ഷ്യമിട്ട് റിപ്പോ നിരക്ക് കുറയ്ക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായി ഒരു പ്രമുഖ വ്യവസായ സംഘടനയായ അസോചം പറഞ്ഞു. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ 3 ദിവസത്തെ പണനയ അവലോകന യോഗത്തിനു ശേഷമാണ് പ്രഖ്യാപനം. നിലവിലെ റിപ്പോ നിരക്ക് 6.5%. ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണലിനുള്ള ഒരുക്കങ്ങൾ അവസാന ഘട്ടത്തിൽ.
ജനവിധി നാളെ അറിയാം. ബുധനാഴ്ച നടന്ന വോട്ടെടുപ്പിൽ 60.42% പോളിംഗ് രേഖപ്പെടുത്തി. കമ്മീഷന്റെയും പോലീസ് ഉദ്യോഗസ്ഥരുടെയും നിരീക്ഷണത്തിലുള്ള സ്ട്രോങ് റൂമുകളിലാണ് ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രങ്ങൾ സൂക്ഷിച്ചിരിക്കുന്നതെന്ന് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചു. പുറത്തുവന്ന എക്സിറ്റ് പോൾ ഫലങ്ങളിൽ BJPക്ക് മുൻതൂക്കം പ്രവചിക്കുന്നു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും @ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR ന്യൂസ് TVM X ഹാൻഡിലും ലഭ്യമാണ്. വിദേശകാര്യമന്ത്രി S. ജയശങ്കറും ഗ്രീസ് വിദേശകാര്യമന്ത്രി ജോർജ് ജെറാപെട്രിറ്റിസും ന്യൂഡൽഹിയിൽ ഉഭയകക്ഷി കൂടിക്കാഴ്ച നടത്തി. വ്യാപാരം, നിക്ഷേപം തുടങ്ങിയ മേഖലകളിൽ ഗ്രീസുമായി സഹകരിക്കാനുള്ള ഇന്ത്യയുടെ താൽപര്യം ശ്രീ ജയശങ്കർ അറിയിച്ചു. In the last year, really our relationship has seen huge upswing. It's not many relationships where we can say we've had a rapid exchange of prime ministerial visits as quickly as that. We have, of course, a very strong political comfort, a societal connection, a people-to-people understanding. Like any relationship, we would like the more contemporary forms, more trade, more investment, more technology collaboration, and perhaps also look to see whether we can work together on connectivity. കഴിഞ്ഞ 2 വർഷത്തിനിടെ ഗ്രീസും ഇന്ത്യയും തമ്മിലുള്ള ഉഭയകക്ഷി ബന്ധം മെച്ചപ്പെട്ടതായും വിനോദസഞ്ചാരം, സംസ്കാരം എന്നിവയുൾപ്പെടെയുള്ള മേഖലകളിൽ ഇന്ത്യയുമായി ബന്ധം വ്യാപിപ്പിക്കാൻ താൽപര്യമുണ്ടെന്നും ഗ്രീസ് വിദേശകാര്യമന്ത്രി പറഞ്ഞു. ക്രിക്കറ്റ് ഇതിഹാസം സച്ചിൻ ടെണ്ടുൽക്കറും കുടുംബാംഗങ്ങളും ഇന്നലെ രാഷ്ട്രപതി ഭവനിലെത്തി രാഷ്ട്രപതി ദ്രൌപദി മുർമുവിനെ സന്ദർശിച്ചു. രാഷ്ട്രപതി ഭവന്റെ സംരംഭമായ രാഷ്ട്രപതി ഭവൻ വിമർശ് ശൃംഖലയുടെ സെഷനിൽ ക്രിക്കറ്റ് താരമെന്ന നിലയിലുള്ള തന്റെ പ്രചോദനപരമായ യാത്രയുടെ അനുഭവങ്ങൾ സച്ചിൻ പങ്കുവച്ചു. വിവിധ സ്കൂളുകളിലെയും കോളേജുകളിലെയും കായിക താരങ്ങളും വിദ്യാർത്ഥികളും സെഷനിൽ പങ്കെടുത്തു. ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻഖർ ഇന്ന് കർണാടകയിലെ റാണേബെന്നൂർ സന്ദർശിക്കും. റാണേബെന്നൂരിൽ ഇന്ന് നടക്കുന്ന കർണാടക വൈഭവ സാഹിത്യ സാംസ്കാരികോത്സവത്തിന്റെ ഉദ്ഘാടന ചടങ്ങിൽ ശ്രീ ധൻഖർ മുഖ്യാതിഥിയാകും. ഊർജ്ജ വകുപ്പിന് കീഴിലുള്ള എനർജി മാനേജ്മെന്റ് സെന്ററിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന കേരള രാജ്യാന്തര ഊർജ്ജമേളയ്ക്ക് ഇന്ന് തിരുവനന്തപുരത്ത് തുടക്കമാകും. തൈക്കാട് പോലീസ് മൈതാനിയിൽ മന്ത്രി കെ കൃഷ്ണൻകുട്ടി മേള ഉദ്ഘാടനം ചെയ്യും. കാർബൺ രഹിത കേരളം എന്ന പ്രമേയത്തിലാണ് ഈ വർഷത്തെ മേള സംഘടിപ്പിക്കുന്നത്. ഇനി സംസ്ഥാന ബജറ്റ് പ്രതീക്ഷകളിലേക്ക്. വയനാട് പുനരധിവാസത്തിനുള്ള പദ്ധതി വിഹിതം ബജറ്റിൽ പ്രഖ്യാപിച്ചേക്കും. വൻകിട വികസന പദ്ധതി എന്ന നിലയിൽ വിഴിഞ്ഞത്തിന് പ്രത്യേക പരിഗണന ലഭിക്കും. പദ്ധതി വിഹിതത്തിൽ 10% വർധന തീരുമാനിച്ചിട്ടുള്ളതിനാൽ ഒട്ടേറെ പുതിയ പദ്ധതികൾ പ്രഖ്യാപിച്ചേക്കും. വ്യവസായം, വിദ്യാഭ്യാസം, ആരോഗ്യം തുടങ്ങിയ മേഖലകളിൽ പുതിയ പദ്ധതികൾക്ക് സാധ്യതയുണ്ട്. വിനോദസഞ്ചാര മേഖലയ്ക്കും പരിഗണന ലഭിക്കും. ക്ഷേമ പെൻഷൻ വർധനയിൽ സർക്കാർ വാഗ്ദാനം നിറവേറ്റുമെന്ന് ധനമന്ത്രി പ്രഖ്യാപിച്ചത് പ്രതീക്ഷയുണർത്തിയിട്ടുണ്ട്. ക്ഷേമ പെൻഷൻ കുടിശ്ശിക കൊടുത്തു തീർക്കുന്നതിനായിരിക്കും മുൻഗണന. ക്ഷാമബദ്ധ സംബന്ധിച്ച പ്രഖ്യാപനമാണ് സർക്കാർ ജീവനക്കാരുടെ ബജറ്റ് പ്രതീക്ഷ. ക്ഷാമാശ്വാസവും കുടിശ്ശികയും പെൻഷൻകാരും പ്രതീക്ഷിക്കുന്നു. 5 വർഷത്തിലൊരിക്കൽ ശമ്പള പരിഷ്കരണം എന്ന നയത്തിൽ മാറ്റം വരുത്തിയിട്ടില്ലെന്ന് ധനമന്ത്രി പറഞ്ഞത് 12ാം ശമ്പള പരിഷ്കരണ കമ്മീഷൻ പ്രഖ്യാപനത്തിന്റെ സൂചനയായി ജീവനക്കാർ കരുതുന്നു. നികുതിയേതര വരുമാനം കൂട്ടാനുള്ള നടപടികൾ ബജറ്റിലുണ്ടാകും. കിഫ്ബിക്ക് വരുമാനമുണ്ടാക്കാൻ സംസ്ഥാന പാതകൾക്ക് യൂസർ ഫീ അടക്കം പല പദ്ധതികൾ ആലോചനയിലുണ്ട്. സ്വന്തമായി വരുമാനമില്ലാതെ കിഫ്ബിക്ക് നിൽക്കാനാകില്ലെന്ന് മന്ത്രി വ്യക്തമാക്കിയിരുന്നു. യുക്തിസഹമായ നികുതി വർധന എന്ന ധനമന്ത്രിയുടെ പ്രഖ്യാപനം വിവിധ സേവന നിരക്കുകളിലെ വർധനവിന്റെ സൂചനയാണ്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി. രാജ്യത്തെ 3 പുതിയ ക്രിമിനൽ നിയമങ്ങളെക്കുറിച്ച് പൊതുജനങ്ങളെ ബോധവൽക്കരിക്കുന്നതിനായി പ്രയാഗ്രാജിലെ മഹാകുംഭമേളയിൽ ഡിജിറ്റൽ പ്രദർശനമൊരുക്കി. ഭാരതീയ ന്യായ സംഹിത, ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിത, ഭാരതീയ സാക്ഷ്യ അധിനിയം എന്നിവയാണ് നിയമങ്ങൾ. കഴിഞ്ഞ വർഷം ജൂലൈ 1-നാണ് ഇവ നിലവിൽ വന്നത്. ഇരകൾക്ക് നീതി ഉറപ്പാക്കുന്നതിനൊപ്പം സൈബർ കുറ്റകൃത്യങ്ങളും സംഘടിത കുറ്റകൃത്യങ്ങളും പോലുള്ള സമകാലിക വെല്ലുവിളികളെ അഭിമുഖീകരിക്കുന്നതിന് പുതിയ ചട്ടക്കൂട് അവതരിപ്പിക്കുന്നതാണ് പുതിയ നിയമങ്ങൾ. നാഗ്പൂരിലെ വിദർഭ സ്റ്റേഡിയത്തിൽ ഇന്നലെ നടന്ന ഇന്ത്യ ഇംഗ്ലണ്ട് ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ മത്സരത്തിൽ ഇന്ത്യക്ക് ജയം. ഇംഗ്ലണ്ടിനെ 4 വിക്കറ്റിന് തകർത്താണ് ഇന്ത്യ വിജയം സ്വന്തമാക്കിയത്. 38ാമത് ദേശീയ ഗെയിംസിൽ കേരളത്തിന് 1 മെഡൽ കൂടി. തായ്ക്കൊണ്ടോയിൽ വനിതാ പുംസ ഇനത്തിൽ ലയ ഫാത്തിമയ്ക്ക് വെങ്കലം ലഭിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. സംസ്ഥാന ബജറ്റ് ധനമന്ത്രി KN ബാലഗോപാൽ ഇന്ന് നിയമസഭയിൽ അവതരിപ്പിക്കും. വിഴിഞ്ഞത്തിനും വയനാടിനും പ്രത്യേക പരിഗണന ലഭിച്ചേക്കും. ജനപ്രിയ പ്രഖ്യാപനങ്ങൾക്കും സാധ്യത. രാജ്യത്തിന് പ്രഥമ പരിഗണന നൽകുന്ന വികസന മാതൃകയാണ് കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുന്നതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇന്ത്യ US പ്രതിരോധ സഹകരണം സംബന്ധിച്ച് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗും
US പ്രതിരോധ സെക്രട്ടറി പീറ്റ് ഹെക്സത്തും അവലോകനം ചെയ്തു. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറും ഗ്രീസ് വിദേശകാര്യമന്ത്രി ജോർജ് ജെറാപെട്രിറ്റിസും ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. അടിസ്ഥാന ബാങ്കിംഗ് നിരക്കുകൾ RBI ഇന്ന് പ്രഖ്യാപിക്കും. ഇംഗ്ലണ്ടിനെതിരായ ഏകദിന പരമ്പരയിലെ ആദ്യ മത്സരത്തിൽ ഇന്ത്യയ്ക്ക് ജയം. ദേശീയ ഗെയിംസിൽ കേരളത്തിന്റെ ലയ ഫാത്തിമയ്ക്ക് തായ്ക്കൊണ്ടോയിൽ വെങ്കലം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.